ഹലോ. അധികമായി കഴിഞ്ഞാൽ അമൃതും വിശന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ വാട്ടർഫാളിൽ വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ വള്ളി കുറച്ച് അധികമായോ എന്നൊരു ഡൗട്ട്. അപ്പം അത് സെറ്റ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി. മുഴുവനായിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. പിന്നെ അധികമായി നിൽക്കുമ്പോൾ എന്ത് കാര്യങ്ങളും ഭംഗി കുറയും. നമ്മൾ പലരുടെയും സ്വഭാവമാണ്, ചെടിത്തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പലരുടെയും സ്വഭാവമാണ് അധികം വളരുമ്പോൾ വെട്ടാതെ നിർത്തും. കാരണം വെട്ടാൻ മടിയാവും, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളാവും. പക്ഷെ അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എന്ത് കാര്യങ്ങളും വെട്ടിയൊതുക്കി അതിൻ്റെ ചിട്ടയോടെ നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ കണ്ടില്ല, എത്രയും വേരും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. അധികം വേര് ഇതിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ മീനുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് കുറയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഏറെ ചെയ്തത് നമ്മൾ. പക്ഷെ നമ്മൾ മുഴുവനായിട്ട് ഒഴിവാക്കണില്ല. എന്നിരുന്നാലും നമ്മൾ ഒഴിവാക്കിയ ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നമ്മൾ വേസ്റ്റാക്കി കളയണമില്ല. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തത് മുറ്റം വീതി കൂട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ മുറ്റം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് എടുത്ത മണ്ണ് കുറച്ച് കൂട്ടിയിട്ട സ്ഥലമുണ്ട്. അപ്പോൾ ആ മണ്ണ് ഇളകി കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടാന്നുള്ള പ്ലാനിലാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ വേസ്റ്റ് ആക്കണ്ട എന്നുള്ള ഇതിൽ നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കൃഷിപ്പണി എടുത്ത അത്ര ശീലമൊന്നും ഇല്ല, എന്നാലും നമ്മളിത് ഈ വള്ളി കണ്ടപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. ഇത്രയും വേരാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വേറെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് കമ്പ് കുത്തി കൊടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നോ എത്രത്തോളം ഫലം കിട്ടുന്നൊന്നും അറിയില്ല, എന്നാലും വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി നിർത്തണം. ഇടയ്ക്കും തലയ്ക്കും മഴ പെയ്യണോണ്ട് വെള്ളത്തിൻ്റെ സീന് വരുന്നില്ല ഇപ്പോൾ ഏതായാലും. എന്നാലും നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ മാക്സിമം ഇത് നനയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ വൃത്തിക്ക് ചെയ്താൽ കണ്ടില്ലേ, അത് അതിൻ്റേതായൊരു ഭംഗി തന്നെ നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കുറേ അധികം വള്ളി പോയി, മീനുകൾക്ക് നിൽക്കാനുള്ള സ്പേസും ഉണ്ട്, അവർക്ക് ഓടിക്കളിക്കാനുള്ള സ്പേസും ഉണ്ട്, നമുക്ക് അവരെ കാണുകയും ചെയ്യാം. കുറച്ച് ചെടി കൂടി ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. അതിങ്ങി വഴിയെ സെറ്റാക്കി എടുക്കണം. ഓരോ ദിവസം ഓരോന്ന് ചെയ്യാണെന്നുള്ളൂ. ഡെയിലി ഓരോ പണികൾ ചെയ്താൽ തന്നെ നമുക്ക് കുറേ ഭാരങ്ങൾ കുറഞ്ഞു കിട്ടും. എല്ലാ വർക്കും ഒരു ദിവസം തന്നെ ചെയ്യണം എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നത്. വർക്കും കാര്യങ്ങളും എല്ലാതും കൊണ്ടുപോകണ്ടേ ഒരേ സമയം. ഇതാണ് നമ്മൾ റെഡ് ടൈലുള്ള ഗപ്പി. അതിൻ്റെ ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ ബാച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഒന്നിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ അടിക്കുക, ലൈക്ക് അടിക്കുക. താങ്ക് യു.